അവിടെ ഇരിപ്പുണ്ട്. ചേച്ചി വാ. ഇവിടെ ഇരിക്കായിരുന്നു. ചേച്ചി വരുന്നതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്നില്ല. വാ നമുക്ക് നോക്കാം. വാ. എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ശ്രദ്ധിക്കണോന്ന്. ഇവിടെ ഉണ്ടായിരുന്നു ചേച്ചി. അങ്ങോട്ട് നോക്കിയാലോ? എന്റെ വിളി പോലും കേൾക്കാതെ എങ്ങോട്ടേ പോകുന്നത്? എങ്ങോട്ടും വിടില്ല ഞാൻ. നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ കൈ വിടുന്നുണ്ടോ ഇല്ലയോ? ഇപ്പൊ വീട് വിട്ട് ഇറങ്ങി പോവാനും വേണ്ടി ഒരു പ്രശ്നവും അവിടെ ഇല്ല. ഗൗതം എന്റെ കൂടെ വാ. ഇതിൽ കൂടുതൽ ഇനി അവിടെ എന്താ ഉണ്ടാവുന്നുള്ളത്? ഞാൻ ആ വീട്ടിൽ ആരാ? ആരുമല്ല. അവിടെ ഉള്ളവരാരും അല്ലെങ്കിലും ഗൗതമിന് ഞാനില്ലേ അവിടെ. ഗൗതമിനെ എന്നും സ്നേഹിക്കുന്ന ഞാൻ അവിടെ ഉണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? കൈവിട്. നീയാണ് ഒന്നാമത്തെ പ്രശ്നം. ഞാൻ എന്താ ഗൗതം ചെയ്തത്? നിനക്കത് അറിയില്ലല്ലേ? ഞാനൊരു അനാഥനാണെന്ന് സത്യം ശിവാനി മറച്ചു വെച്ച് തന്ത്രങ്ങൾ മെനഞ്ഞെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അവൾക്ക് സ്വത്തിനും പണത്തിനുമുള്ള ആർത്തിയായിരുന്നു എന്ന് കരുതാം. അതിനു വേണ്ടിയാണ് അവൾ മറച്ചു വെച്ചതെന്നും സമയമായപ്പോൾ എടുത്ത് പെരുമാറിയതെന്നും കരുതാം. ഒന്നിനുമല്ല എങ്കിലും മകനെ പോലെ കണ്ട് എന്നെ നഷ്ടപ്പെടാതിരിക്കാൻ പാറുവും കള്ളം പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കാം. പക്ഷെ വസുന്ധരാമ്മയാണ് എന്നെ സ്വന്തം മകനെന്ന് പറഞ്ഞു നടന്നത്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മറച്ചുവെച്ചു. പക്ഷെ നീയോ എന്തിനു വേണ്ടി എന്നോട് സത്യം മറച്ചു വെച്ചത്? എന്തായിരുന്നു അതിന് ആവശ്യം? വേണ്ട, മതി. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതിരുന്നിട്ട് ഇനി നിനക്ക് എന്താ എന്നെ കേൾപ്പിക്കാനുള്ളത്? ഞാൻ അവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ടതിൽ എനിക്ക് വിഷമമില്ല. പക്ഷെ നീ അതിനൊരു കാരണക്കാരി ആയതിലാണ് എനിക്ക് വിഷമം. നിന്റെ ഈ കയ്യിൽ ഞാൻ പിടിച്ച് നിന്നെ വിശ്വസിച്ചതിന് ശേഷം ശിവാനി ആ സത്യം വിളിച്ചു പറയുന്നത് വരെ ഒരിക്കൽ പോലും നിന്റെ ഈ കൈ ഞാൻ വിട്ടിട്ടില്ല. കൂടുതൽ കൂടുതൽ കരുത്തിൽ പിടിച്ചിട്ടേ ഉള്ളൂ. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്തിന്? വസന്തരാമ പോലും നിനക്കെതിരായപ്പോഴും വസന്തരാമയെ തള്ളി പറഞ്ഞല്ലാതെ നിനക്കെതിരെ ഒരു വാക്ക് ഞാൻ മിണ്ടിയിട്ടുണ്ടോ? എന്തിനാ ഗൗതം ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ പറയും. കാരണം നീ ഒരുത്തിയാണ് ശിവാനിക്ക് മുന്നിലേക്ക് എന്നെ ബലിയാടാക്കി എടുത്തെറിഞ്ഞു കൊടുത്തത്. ഇങ്ങനൊന്നും പറയല്ലേ ഗൗതം. ഗൗതം ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. പ്ലീസ് ഗൗതം വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്ക്. എന്റെ കൂടെ വാ ഗൗതം. ഇനിയിപ്പോ നിന്നോട് ക്ഷമിച്ചാൽ പോലും ആ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു വന്ന് പഴയ ഗൗതമാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും അന്യരാണ്. എന്റേതെന്ന് പറയാൻ ആരുമില്ല അവിടെ. ഒറ്റയ്ക്കാണ് ഞാൻ. ഒറ്റപ്പെടണം. അതാണിപ്പോൾ എൻ്റെ ആവശ്യം. ഗൗതം
ആശുപത്രിയിലായ നിമിഷം മുതൽ ഞാൻ അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടാവുമെന്ന് ഗൗതം ഒന്ന് ആലോചിച്ച് നോക്ക്. ഈശ്വരമംഗലം വീട്ടിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ഏറ്റുവാങ്ങിയ അപമാനമുണ്ടല്ലോ, അത് നൽകിയ വേദനയോളം വരില്ല ഈ ഭൂമിയിൽ ഒന്നിനും. ഇക്കാലം അത്രയും ആരുമില്ലാത്തവനായിരുന്നിട്ടും എല്ലാവരും ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ചു. ഇനിയും ഞാൻ ജീവിക്കും, ആരുമില്ലെന്നുള്ള ബോധ്യത്തോടെ, അനാഥനാണെന്ന തിരിച്ചറിവോടെ. വീണ്ടും വീണ്ടും ഇത് തന്നെ പറയല്ലേ ഗൗതം. എന്നെ ഇത്രയും കുറ്റപ്പെടുത്തിയില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഗൗതം അനാഥനാണെന്ന് ഞാൻ ആദ്യമായി അറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് ഗൗതം ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്താ എനിക്കപ്പോ വേദന തോന്നിയില്ലെന്നാണോ? എന്റെ നെഞ്ച് പൊടിഞ്ഞു പോകുന്നത് പോലെ എനിക്കപ്പോ തോന്നിയത്. പക്ഷെ അത് ഗൗതം അനാഥനായി പോയല്ലോ എന്ന് തോന്നിയിട്ടല്ല. ആ സത്യം ഗൗതം അറിയുമ്പോ ഈ മനസ്സ് എത്രത്തോളം വേദനിക്കുമെന്ന് ചിന്തിച്ചിട്ടാ. അതുകൊണ്ട് മാത്രമാ ഇക്കാലം അത്രയും ഞാൻ ആ സത്യം പറയാതിരുന്നത്. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഗൗതം. നിധി പറഞ്ഞ് ഞാൻ വേണം സമ്മതിക്കാം. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. സത്യം അറിഞ്ഞപ്പോ തന്നെ അതെന്നോട് തുറന്നു പറയാൻ നിനക്കെന്താ തോന്നാതിരുന്നത്? ആ ദുഃഖം നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്ത് തീർക്കാന്ന് നീ ചിന്തിക്കാത്തത് എന്താ? അപ്പോഴും നീ ചിന്തിച്ചത് ഗൗതമിന്റെ ദുഃഖമെന്നും നിധിയുടെ ദുഃഖമെന്നാ. നമ്മുടേതെന്ന് ചിന്തിക്കാൻ മനസ്സ് വന്നല്ലേ നിനക്ക്? വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിച്ച കൂട്ടല്ലേ ഗൗതം. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. എല്ലാം എനിക്ക് തുറന്നു പറയാമായിരുന്നില്ലെന്ന് ഗൗതം ചോദിച്ചില്ലേ? ഇപ്പൊ ശിവാനി അത് പറഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഷോക്ക്ഡായി ബോധം കെട്ട് വീണു. ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അത് തന്നെ സംഭവിക്കില്ലായിരുന്നു. ഞാൻ ബോധം കെട്ട് വീണത് അനാഥനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, നീ ആ സത്യം മറച്ചു വെച്ചിട്ടുള്ള വേദന കൊണ്ടാ. ഞാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു. ഇനി എനിക്കൊരു മടങ്ങി വരവില്ല. അവിടേക്ക് ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. ഞാൻ പോകുന്നു. ഞാൻ വിടില്ല. ഒന്ന് വീട്ടിലേക്ക് വന്നു നോക്ക്. ഇക്കാലം അത്രയും പെറ്റമ്മയെ പോലെ ഗൗതമിനെ നോക്കിയ പാർവതിയമ്മ അവിടെ കരഞ്ഞു തളർന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കിടക്കുക. ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും തിരിച്ചു വന്നൂടെ ഗൗതം? ഇല്ല, ആ കരച്ചിലൊക്കെ 2-3 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞതങ്ങ് മാറിക്കോളും. അമ്മയ്ക്ക് സ്വന്തം രക്തത്തിൽ പറഞ്ഞ 2 മക്കളുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഇനി വേണ്ട, ഒന്നും വേണ്ട. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക്. ഇല്ല, ഞാൻ വിടില്ല. എങ്ങോട്ടും ഞാൻ വിടില്ല. ഗൗതമിനെ കൊണ്ടേ ഞാൻ പോവൂ. മാറി നോളം മുന്നിന്ന്. ഇനി എന്റെ പുറകെ വരരുത്. എന്താ ചേച്ചി? നീ കൂടെ വരണ്ട. ഞാൻ ഗൗതമിനെ കൊണ്ട് തിരിച്ചു പോവുള്ളൂ. ഗൗതം, ഗൗതം നിക്ക്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. എന്റെ പുറകെ വരരുത് നീ. നിൽക്ക് ഗൗതം, നിൽക്ക്. എന്താ ഗൗതം കാണിക്കുന്നത്? എനിക്കൊരു അല്പം മനസ്സമാനം തരാൻ പറ്റുമോ നിനക്ക്? ഒന്ന് പോയി തരോടുന്ന്. ഇല്ല, ഞാൻ പോവില്ല. ഗൗതം വരാതെ ഞാൻ ഈശ്വരമംഗലത്തേക്ക് തിരിച്ചു പോവില്ല. അതാണ് നിന്റെ തീരുമാനമെങ്കിൽ, എനിക്ക് മനസ്സമാനം തരില്ല എന്നാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ